اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. 50-ാമത്തെ ഹിക്മത്താണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, ലാ സഗീറത ഇദാ ഖാബലക അദ്ലുഹു വലാ കബീറത ഇദാ വാജഹക ഫദ്ലുഹു. ലാ സഗീറത, ഒരു ചെറുപാപവുമില്ല, ഇദാ ഖാബലക, നിന്നെ അഭിമുഖീകരിച്ചാൽ, അദ്ലുഹു, അള്ളാഹുവിൻ്റെ നീതി, അള്ളാഹുവിൻ്റെ നീതി നിന്നെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ ഒരു ചെറുപാപവുമില്ല. ഒക്കെ എന്തേ ഉള്ളൂ? വലിയ പാപമുള്ളൂ. അള്ളാഹു താല എല്ലാ കാര്യവും നീതിപൂർവം ചെയ്യുകയാണെങ്കിൽ അതൊക്കെ വലിയ പാപങ്ങൾ തന്നെയാണ്. കാരണം അള്ളാഹു താലാനെ മറക്കൽ തന്നെ പാപമാണ്. അള്ളാഹിനെ ഓർക്കാതിരിക്കുന്ന ഒരു സെക്കൻഡ് പോലും സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് വലിയ പാപമായിട്ടാണ് അവർ കണ്ടിരുന്നത്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയാണ്, ലാ സഗീറത്ത, ഒരു ചെറുപാപവുമില്ല, ഇദാ ഖാബലക, നിന്നെ അഭിമുഖീകരിച്ചാൽ, അദ്ലുഹു, അള്ളാഹുവിൻ്റെ നീതി, വലാ കബീറത്ത, ഒരു വലിയ പാപവുമില്ല, ഇദാ വാജഹക, നിന്നെ അഭിമുഖീകരിച്ചാൽ, ഫദ്ലുഹു, അള്ളാഹുവിൻ്റെ ഔദാര്യം. അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പാപങ്ങളൊന്നുമില്ല. അതൊക്കെ അള്ളാഹു താല എന്ത് ചെയ്യും? സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞില്ലേ, യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, സയ്യിആത്തുകളൊക്കെ മായ്ച്ചിട്ട് അള്ളാഹു താല ഹസനാത്താണ് ആക്കിത്തരും. പാപങ്ങൾ പൊറുത്തിയിരുന്നല്ല അള്ളാഹു താല പറഞ്ഞത്. ഉലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, സയ്യിആത്തുകൾക്ക് പകരമായിട്ട് ഹസനാത്ത്, നന്മകൾ അള്ളാഹു താല കിട്ടുന്ന ഉള്ളത് പാപങ്ങൾ മായ്ച്ചു കളയുന്നല്ലോ അള്ളാഹു താല പറഞ്ഞത്. അതിന് പകരം അള്ളാഹു താല ഹസനാത്തുകളെ കൊണ്ട് നടക്കുന്ന പറഞ്ഞത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാണ്ട്. അള്ളാഹു താല ഏതൊരു കാര്യവും നീതിയുടെ അടിസ്ഥാനത്തിൽ ചെയ്താൽ ചെറിയ ഒരു പാപമല്ല, ഒക്കെ എന്തുള്ളൂ? വലിയ പാപങ്ങളേ ഉള്ളൂ. കാരണം ഇതിന്റെ ഷറഹിൽ പറയുന്നുണ്ട്, ഇപ്പൊ ചെറുപാപങ്ങൾ നമ്മൾ സ്ഥിരമായി ചെയ്താൽ പിന്നെ അതിന് പിന്നെ ഹുക്കം എന്തായി മാറി? വലിയ പാപത്തിന്റെ, വൻപാപത്തിന്റെ ഹുക്കുമായി മാറി. നമ്മളെ കണ്ണിൽ ചെറിയ പാപയിക്കാരം, പക്ഷെ സ്ഥിരമായി അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്തായിട്ട് മാറും? വലിയ പാപമായിട്ട് മാറും. ബഹുമാനപ്പെട്ട സയ്യിദുന ആദം നബി അലൈഹി സ്വലാം, ഇതിന്റെ ഷറഹിൽ കാണാം, ആദം നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു തആല പറഞ്ഞ മരത്തിന്റെ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിച്ചീന് ആദം നബിന് എന്തൊക്കെയാണ് ചെയ്ത്? എന്തൊക്കെയാണ് ആദം നബിക്ക് നഷ്ടപ്പെട്ടത്? അല്ലെ, എല്ലാം നഷ്ടപ്പെട്ടില്ല ആദം നബിക്ക്. അപ്പോ ചെറിയ പാപം ചിലപ്പോ ഒരു പക്ഷെ അള്ളാഹിന്റെ അടുത്ത് ചിലപ്പോ എന്തേക്കാറും അത് വലിയ പാപയിക്കാരം. അള്ളാഹിന്റെ അടുത്ത് പിന്നെ എന്തേക്കാറും അത് വലിയ പാപയിക്കാരം. പക്ഷെ അതിന് ശക്തമായ തൗബ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, സുമ്മജ്തബാഹു റബ്ബുഹു, പിന്നെ അള്ളാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ ഉത്കൃഷ്ടനായിട്ട് തെരഞ്ഞെടുത്തു. ഫതാബ അലൈഹി, ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അള്ളാഹു തആല സ്വീകരിച്ചു. വഹദ, ആദം നബി അള്ളാഹു തആല സന്മാർഗത്തിലാക്കുകയും ചെയ്തു. സത്യത്തിൽ ആദം നബി ചെയ്തത് നിസ്സാരമാണെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അള്ളാഹു തആല അതിന് വലിയ ശിക്ഷയാണ് ആർക്ക് കൊടുത്തത്? ആദം നബി അലൈഹി സ്വലാമിന് കൊടുത്തത്. പക്ഷേ ആദം നബിയാണ് തൗബ ചെയ്തപ്പോഴോ അള്ളാഹു തആല പിന്നെയും ആദം നബിനെ ഉത്കൃഷ്ടനായ മനുഷ്യനാക്കി മാറ്റി. അപ്പോ അള്ളാഹു തആല ഏതൊരു കാര്യവും നീതി പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളൊന്നും ഇപ്പൊ ഈ ഭൂമിലോകത്ത് ഉണ്ടാവില്ല. ഇപ്പോ പിന്നെ ബനു ഇസ്രായേലിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ കാണാം, അന്നൊക്കെ എന്ന് പറഞ്ഞാല് പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ശിക്ഷയാണ്, പിന്നത്തേക്ക് ബാക്കിയൊക്കെ ഒന്നുമില്ല. പഴയ സമുദായക്കാരൊക്കെ നമ്മൾ റസൂലുള്ളാന്റെ ഖൈറുമ്മ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വിട്ടുവീഴ്ചകളാണ്. പർവ്വതം മുകളിൽ ഇങ്ങോട്ട്
പർവ്വതമല്ല, വലിയ പർവ്വതം. മലായിക്കത്ത് പർവ്വതം ഇങ്ങനെ ഏറ്റിക്കൊടുത്തിട്ട് അള്ളാഹു തആല പറഞ്ഞു മര്യാദക്ക് നന്നായിക്കൊള്ളില്ല, ഈ പർവ്വതം താഴത്തെ കണ്ടിടുന്നു. നമുക്ക് അങ്ങനെ വല്ല വിഷയങ്ങളും വന്നുകൂടും. എന്താണ് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, മാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയെ, നിങ്ങൾ ഉമ്മത്തിനെ നമ്മൾ ശിക്ഷിക്കൂല. വഅൻത ഫീഹിം, നബിയെ നിങ്ങൾ അവരിലാണ്. നിങ്ങൾ അവിടെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല, അവരെ ശിക്ഷിക്കൂല. അപ്പൊ നമുക്ക് ഖൈറുമ്മയായത് കൊണ്ട് ഒരുപാട് ഇളവുകളുണ്ട്. ഇനിയിപ്പോ ഫിഖ്ഹി മസ്അല പ്രകാരം പോവുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ കുപ്പായത്തുമ്മ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ കഴുകിയാൽ മതി. എന്നാൽ മുൻകഴിഞ്ഞ് ബനു ഇസ്രായേൽപ്പെട്ട ഒരു സമുദായത്തിന് അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് മുറിച്ചു കളയേണ്ട എന്തുണ്ടായിരുന്നു, ശരീഅത്തായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാ നിലക്കും റസൂലുള്ളാന്റെ ഉമ്മത്തായത് കൊണ്ട് ഇളവാണ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. അപ്പൊ ഏതൊരു കാര്യം അല്ലാഹു തആല നീതി പോലെ ചെയ്യുകയാണെങ്കിൽ ഒക്കെ വൻദോഷങ്ങളുള്ളൂ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നെ ജയിലിൽ കിടക്കുന്ന സമയത്ത് മൂപ്പര ഒപ്പൊരാളുണ്ടായിരുന്നു ജയിലിൽ. മൂപ്പർക്ക് മോചനം കിട്ടി. അപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം ഒപ്പുള്ള ആളോട് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ രാജാവിനോട് എന്റെ കാര്യം ഒന്നും പറയണ്ടോ. അതിൽ അല്ലാഹു തആല എന്തേ കാട്ടി അറിയോ? ആ ഉള്ള കാലയളവ് നീട്ടിക്കൊടുത്തു. ഒരു പ്രവാചകനായ ആകാൻ പോകുന്ന ആളാണ്. ഞാനിവിടെ ഉണ്ടായിരിക്കെ എന്നോട് ഒരു പരാതി പറയാതെ, അസീസ് രാജാവിനോട് പരാതി പറഞ്ഞില്ല എന്ന നിലക്ക് പിന്നെയും അല്ലാഹു തആല കുറെ വർഷം ആരെ കടത്തി ജയിലിൽ? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ജയിലിൽ കടത്തി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചല്ല, പ്രവാചകന്മാർക്ക് പോലും പല വിഷയങ്ങളിലും അല്ലാഹു തആല വലിയ ശിക്ഷയാണ് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. അപ്പൊ നീതി പോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, താങ്ങാൻ കഴിയില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ലാ സഗീറത്ത, ഒരു ചെറിയ പാപവുമില്ല. ഇതാ ഖാബലക, നിന്നെ അഭിമുഖീകരിച്ചാൽ അദ്ലുഹു, അള്ളാഹുവിന്റെ നീതി. അള്ളാഹു തആല നീതി പോലെ കാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ ചെറിയ പാപമല്ല, ഒക്കെ എന്തുള്ളൂ, വലിയ പാപം. ഇനിയിപ്പോ എത്രത്തോളം പറയണോ, അള്ളാഹു തആലാനെ കുറിച്ച് ഓർക്കാത്ത ഒരു സെക്കൻഡ് ഇല്ലേ, ഓർക്കാത്ത ഒരു സെക്കൻഡ്, അത് സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് ആ ഒരൊറ്റ സെക്കൻഡിന്റെ ദിവസങ്ങളോളം ഒരു കരഞ്ഞിട്ടുണ്ടെന്ന സ്വാലിഹീങ്ങളൊക്കെ. ഞാൻ ഇപ്പൊ ഇന്ന് പിന്നെ ഒരു കിതാബ് മുത്താലി ചെയ്തപ്പോ അതിലൊരു സഹാബി പറയുന്നതായിട്ട് പറയും, റസൂൽ നമ്മളിപ്പോ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മള് ഇപ്പൊ തെറ്റുകളൊക്കെ നിസ്സാരമാകുന്ന ഒരു കാലം. റസൂലുള്ളാന്റെ കാലത്ത് ഒരു ചെറിയ മുടിയില്ല, മുടിന്റെ അഴ പോലുള്ള ഒരു തെറ്റ് വന്നാൽ പോലും അതൊരു വൻകുറ്റമായിട്ട് സഹാബികൾ കണ്ടിരുന്നു എന്നാ. അത് വലിയ ഹദീസായതുകൊണ്ട് പറയാനുള്ള സമയമായിട്ട്. മുടിന്റെ അഴ എന്ന് പറഞ്ഞാൽ അത്ര ഒരു തെറ്റ് ഒരാളെന്ന് വന്ന് അതൊക്കെ വലിയ വൻകുറ്റമായിട്ട് അവരെന്ത് ചെയ്തിരുന്നു, കണ്ടിരുന്നു. ഇന്ന് വലിയ വൻകുറ്റൊക്കെ നിസ്സാരമായ ഒന്നുമല്ലാത്തൊരു കാലമായി മാറി. ശേഷം ബഹുമാനപ്പെട്ടവർ പറയാണ്, വലാ കബീറത്ത, ഒരു വലിയ പാപവുമില്ല, ഇതാ വാജഹക, നിന്നെ അഭിമുഖീകരിച്ചാൽ ഫദ്ലുഹു, അള്ളാഹുവിന്റെ ഔദാര്യം. അള്ളാഹു തആലാന്റെ ഔദാര്യം ഉണ്ടെങ്കിൽ എത്ര വലിയ പാപികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ഒരു സഹോദരി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാന് വ്യഭിചരിച്ചു എന്ന് മാത്രല്ല, എനിക്കതിൽ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയെ ഞാൻ കൊന്നു. എന്നിട്ട് ആ കുട്ടിയുടെ രക്തവും മാംസവും ഉപയോഗിച്ച് ഞാൻ മദ്യമുണ്ടാക്കി, ഞാനത് വിൽപ്പന ചെയ്തു. എനിക്ക് തൗബണ്ട റസൂലേ എന്ന് ചോദിച്ചു. എന്തൊക്കെയപ്പോ ചെയ്തത്? വ്യഭിചരിച്ചു, അതിലൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയെ കൊന്നിട്ട് അതുകൊണ്ട് കള്ളുണ്ടാക്കി, കള്ള് വിൽപ്പന നടത്തി. 5 വലിയ പാപങ്ങളാണ് ഈ പെണ്ണ് ചെയ്തത്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, പെണ്ണെ, നീ അസർ നിസ്കരിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ അതുകൊണ്ട് അള്ളാഹു തആല നിന്റെ ദോഷങ്ങൾ പുറത്തു തന്നേക്കാം. സത്യത്തിൽ വലിയ പാപമാണ് എന്ത് ചെയ്തത്, ഈ പെണ്ണ് ചെയ്തത്. പക്ഷെ അള്ളാഹുവിന്റെ ഔദാര്യത്തിലൂടെ നോക്കുമ്പോ അള്ളാഹു തആലക്ക് അത് പുറത്തു കൊടുക്കാൻ നിസ്സാരമായതുപോലും അള്ളാഹു തആല എന്ത് ചെയ്യും, പുറത്തു കൊടുക്കും. അള്ളാഹിനെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ അല്ല. ഇപ്പൊ 100 പേരെ കൊന്ന ആളോട് എന്താണ് ആ കാലത്തെ മറ്റേ മഹാൻ പറഞ്ഞത്? നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം, നന്മയുള്ള മനുഷ്യന്മാരുള്ള നാടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലും. പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു, ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കേണ്ടി വന്നു. അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം അളന്നു നോക്കുമ്പോ നന്മയുടെ നാട്ടിലേക്ക് എത്താൻ കുറച്ച് വഴിയുള്ളൂ. അള്ളാഹു തആല ആ ഒരൊറ്റ കാരണം കൊണ്ട് 100 പേരെ കൊന്ന ആൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുത്തു. ഇത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഔദാര്യം ഒരു മനുഷ്യനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ
ഏത് വലിയ പാപങ്ങളും അള്ളാഹു താല എന്ത് ചെയ്യും? പുറത്തു തരും. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ റഹ്മത്തും നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ശിക്ഷയും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇത് രണ്ടും ഒരുപോലെ മനസ്സിലാക്കുന്നവനാണ് സത്യത്തിൽ ഒരു യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയാം. പിന്നെ ഈ പാപങ്ങൾ ചെയ്യുക എന്ന് പറയില്ലേ, ഈ പാപങ്ങൾ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഒരു മനുഷ്യന് ഉണ്ടാകുന്നത് മരണത്തിനെ കുറിച്ച് പേടിയില്ലായിട്ടാണെന്ന് മഹാന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു ചെറിയ സംഭവം പറയാം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്തിന്റെ സമയത്ത് പോലും തന്റെ പ്രജകൾക്ക് പാഠം നൽകിയിട്ടുണ്ടെന്ന്. മരിക്കുന്ന സമയത്ത് പോലും തന്റെ പ്രജകൾക്ക് പാഠം നൽകിയിട്ടുണ്ട്. വഫാത്തിന്റെ സമയത്ത് അദ്ദേഹം തന്നെ കഫൻ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ റെഡിയായി നിൽക്കുന്ന ആൾക്കാരില്ലേ, മരണപ്പെടാൻ വേണ്ടി പോവുകയാണ്. അവരോട് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞു. എന്താണ്? ഈ വൈദാ വളഅതുമൂനി ഫീ ഖബരി, നിങ്ങൾ എൻ്റെ ജനാസങ്ങൾ ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ ഫൻസൗ അന്നി ലബിനത്തൻ, നിങ്ങൾ ഖബറിൽ മറമാടിന് ശേഷം ഒരു മൂടുകല്ല് നിങ്ങൾ എടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ പൊക്കണം. ഒരു മൂടുകല്ല് നിങ്ങൾ അതിന് ഊരണം. സുമ്മന്തുറു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വൈക്ക് നോക്കണം. ഏതിക്ക്? ആ ഖബറിലേക്ക് നോക്കണം. മാലഹിഖനി മിൻ ദുനിയാകും ഹാദിഹി, ഈ 3 കഷ്ണം തുണിയല്ലാതെ എൻ്റെ കൂടെ എന്താ പോന്നിട്ടുള്ളത്? നിങ്ങളത് മാത്രം നോക്കിയാൽ മതി. ഈ 3 കഷ്ണം തുണിയല്ലാതെ എന്നോട് എന്താണ് ചേർന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. വഫാത്തിന്റെ സമയത്ത് പോലും തന്റെ പ്രജകൾക്ക് അദ്ദേഹം പാഠം നൽകി. ഞാൻ ഒന്നും കൊണ്ടുപോകണില്ല, ഞാൻ വലിയ ഭരണാധികാരിയായിരുന്നു, എല്ലാവരും എന്നെ കുറിച്ച് നന്മകൾ മാത്രം പറഞ്ഞിരുന്നു, ലോകം മൊത്തം എന്നെ അറിയപ്പെട്ടിരുന്നു, പക്ഷെ ഞാൻ കൊണ്ടുപോകണത് എന്താണ്? ഈ 3 കഷ്ണം തുണി മാത്രമാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കുക. ആ വഫാത്തിന്റെ സമയത്ത് പോലും അദ്ദേഹം സമൂഹത്തിന് പറഞ്ഞു കൊടുത്തൊരു ഉപദേശമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, അഹ്മഖുന്നാസി, ജനങ്ങളിൽ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് പറയുന്നത് മൻ യതമന്ന തൗബത, തൗബനെങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. തൗബ നാളെ ചെല്ല, തൗബ എങ്ങനെ? എന്നിട്ടോ വഹുവ മുസിറുൻ അലൽ മഅസിയത്തി, ഓൻ എപ്പോഴും ദോഷത്തിന്റെ മേൽ സ്ഥിരമായി കൊണ്ടിരിക്കുകയാണ്. തൗബക്ക് സമയമുണ്ടല്ലോ, അതിപ്പോ എപ്പോഴും ചെയ്യാലോ. സമയമുണ്ടല്ലോ, നമുക്ക് കുമ്പസാരൊന്നും ഇല്ലല്ലോ. നമുക്ക് അള്ളഹാനോട് മാത്രമല്ല ഇത് പറയേണ്ടതുള്ളൂ. അതെങ്ങനെ വൈകിപ്പിച്ച് നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിക്കാണ്. അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അഹ്മക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അപ്പൊ നമ്മളിവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ചെറിയ അമലുകളാണ് ചെയ്യുന്നതെങ്കിലും ആ ചെയ്യുന്നത് ഹുബ്ബോടുകൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര ഫضലാണ് അല്ലാഹു തആല തരുക. ഞാനൊരു സംഭവം ഇതിൽ കണ്ടപ്പോ അതിങ്ങോട്ട് പറയണമെന്ന് മനസ്സിലാക്കിയിട്ട് പറയണം. അല്ലാഹു തആല പറയുന്നുണ്ട്, ഖലഖ്തുക, നിന്നെ ഞാൻ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി എന്നറിയോ? ലി അൻദുറ ഫീക ഇലാ ജമാലി സുൻഅതി, എന്റെ സൃഷ്ടിപ്പിന്റെ ആ ഭംഗിയുണ്ടല്ലോ. നിങ്ങളെ ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, ഏറ്റവും ഭംഗിയുള്ള രൂപത്തിലാണ് മനുഷ്യന്മാർ അല്ലാഹു തആല പഠിച്ചത്. ആ ഭംഗി കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്? അതിലേക്ക്, ആ ജമാലിയത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ പഠിച്ചത്. മാ അജ്മലക അയ്യുഹൽ ഇൻസാൻ, മനുഷ്യന്മാരെ എന്തൊരു ഭംഗിയാണ് നിങ്ങളെ കാണാൻ. അതിന്റെ ഉള്ളിലേക്കാണ് പറയുന്നത് കേട്ടോ. ഇതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അല്ലാഹു തആല പറയാം, നിങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കും, ഞാൻ നിങ്ങളിലേക്ക് നോക്കട്ടെ, നിങ്ങൾ എന്നിലേക്ക് നോക്കി. അല്ലാഹു തആല പറയാണ്, നളിരി ഇലൈക നളുറത്തുൻ, നളിരി എന്റെ നോട്ടം, ഇലൈക നിന്നിലേക്കുള്ള എന്റെ നോട്ടം, നളുറത്തുൻ ഒരൊറ്റ നോട്ടം, നളുറത്തും വാഹിദ ഒരൊറ്റ നോട്ടം, അത് തുസാവി ഇബാദത സഖലൈൻ, മനുഷ്യന്മാരും ജിന്നുകളും ചെയ്ത സഖലൈൻ, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈൻ എന്ന് പറയുന്നുണ്ടല്ലോ. സഖലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരും ജിന്നുകളും ചേർന്ന സമൂഹത്തിനേക്കാണ് സഖലൈൻ എന്ന് പറയാം. അല്ലാഹു തആല പറയാണ്, നളരി എന്റെ നോട്ടം, ഇലൈക നിന്നിലേക്കുള്ള എന്റെ നോട്ടം, നളുറത്തും വാഹിദ ഒരൊറ്റ നോട്ടം മതി, അത് തുസാവി ഇബാദത സഖലൈൻ, മനുഷ്യന്മാരും ജിന്നുകളും ചെയ്യുന്ന ഇബാദത്തിന് തുല്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വനളറുക, നിന്റെ നോട്ടം, ഇലയ്യ എന്നിലേക്ക്, അത് നളുറത്തും വാഹിദ ഒരൊറ്റ നോട്ടം മതി. നിന്റെ നോട്ടം എന്നിലേക്കുള്ള ഒരൊറ്റ നോട്ടം, അത് തംലഉൽ മീസാൻ, അത് മീസാന് മൊത്തം നിറക്കും. അത്രമാത്രം ഉള്ള നോട്ടാണ്. എന്നിട്ട് അതിന് ശേഷം ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അഷ്റഫുൽ ഇബാദ്, അഷ്റഫുൽ ഇബാദ്,
നിങ്ങൾ ഇബാദുകളിൽ വെച്ച് ഏറ്റവും മഷറഫായ ആൾക്കാരാണ്. നിങ്ങളെ താഴെയുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നോക്കാൻ പാടില്ല. നിങ്ങളെ മുകളിൽ ഇനി ആര് മാത്രമേ ഉള്ളൂ? ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെ നോട്ടം എന്നിലേക്ക് പതിയട്ടെ. ആ നോട്ടം നിങ്ങളുടെ മീസാന് മൊത്തം നിറക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അള്ളാഹു തആല വല്ലാത്ത സ്നേഹത്തോടു കൂടെയുള്ള സംസാരമാണ് അള്ളാഹു തആല അവന്റെ അബ്ദുകളോട് പറയുന്നത്. ആ ഒരു സ്നേഹം ഒരു അടിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു നിസ്കാരം ഭയങ്കര രസമായിട്ട്. നിസ്കാരം എന്ന് മാത്രമല്ല, അവന്റെ നടത്തവും അവന്റെ ഇരുത്തവും അവന്റെ ഓരോ കാര്യങ്ങളും ഭയങ്കര രസകരമായ ഇതേക്കാരം. അവനക്ക് ഒന്നിനെ കുറിച്ച് ഓർമ്മ ഉണ്ടാവില്ല, ഒന്നും എന്തുണ്ടാവില്ല. അവരെ മുമ്പിൽ ആര് വന്നാലും എന്തുണ്ടാവില്ല, അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിനെ പോലത്തെ ആൾക്കാരെ നിസ്കാരത്തിനെ കുറിച്ചൊക്കെ കിതാബിൽ കാണാൻ കഴിയും. നിസ്കാരത്തിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അവരെന്തൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്ന് അവരെ നിസ്കാരം കാണുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഹരായിരുന്നു എന്നാണ്. കാരണം എന്താണ്? അവരെ നിസ്കാരത്തിൽ വല്ലാതെ ആസ്വാദനത്തിലാണ്. അള്ളാഹുവിന്റെ മഅരിഫത്ത് ഇങ്ങനെ ദർശിച്ച് ഒരു പ്രത്യേക മിഅ്റാജിന്റെ ഒരു അവസ്ഥയിലാണ് അവര്. മിഅ്റാജ് ഇങ്ങനെ പോയിട്ട് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണാം, അള്ളാഹുവിനെ മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ്. നമ്മളത് ആ കാഴ്ച, അവര് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് നമ്മൾ ഓലെ കാണുകയാണ്. ഓലിങ്ങനെ നോക്കുന്നത് നമ്മളിങ്ങനെ കാണുക. അതന്നെ ഭയങ്കര രസകരമായിരുന്നു എന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമുക്കും ആ കാഴ്ചക്ക് അള്ളാഹു തആല അനുവാദം നൽകിയിട്ടുണ്ട്. ഞാനിപ്പോ 2 ദിവസം മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് പോയതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും എന്ത് ചെയ്യാൻ കഴിയും? മിഅ്റാജ് പോകാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടതുപോലെ കാണാൻ കഴിയില്ല എങ്കിലും അസ്മാഉ സിഫാത്തിലൂടെ അള്ളാഹുവാകുന്ന ആ മാധുര്യത്തിന് നുണയാനും അത് ആസ്വദിക്കാനൊക്കെ എല്ലാവർക്കും കഴിയും. പക്ഷെ നമ്മളൊരു യഥാർത്ഥ മനുഷ്യനാകണം. നമ്മുടെ എല്ലാ തെറ്റുകുറ്റുകളും ഒന്നും ഒഴിവായി, ഗീബത്ത് നമീമത്ത് പോലത്തെ കാര്യങ്ങളൊന്നും ഒഴിവായി, ജനങ്ങളോടുള്ള അധിക സംസാരത്തൊന്നും ഒഴിവായി ഇബാദത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മുമ്പിൽ പിന്നെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? അള്ളാഹു തആല മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് ഭയങ്കര രസമാണ്. പിന്നെ എത്ര പറഞ്ഞാലും അത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അത് ആസ്വദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുള്ളൂ, അത് മനസ്സിലാവുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിന്റെ വിശാലമായ റഹ്മത്ത് കിട്ടുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.